ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ മൈസൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും കവർ ചെയ്തത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. അപ്പോൾ പോണ പോക്കിന് ഞങ്ങൾ ഒരു സൺഫ്ലവർ തോട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ മൈസൂരിലേക്ക് തന്നെ വിട്ടു. പിന്നെ രാത്രി 2 മണിക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സൂ ആണുള്ളത്. സൂവിലേക്ക് പോയി അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണാനുണ്ട്. ഒരുപാട് അനിമൽസിനെ ഇതുവരെ കാണാത്ത ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടൊരു ഗോറില്ലാസ് ആയിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചർച്ച് കാണാൻ വേണ്ടി പോയി. അവിടുത്തെ മെയിനായിട്ടുള്ള ചർച്ചാണ്. അതിൻ്റെ പണികളൊക്കെ അടിപൊളിയായിരുന്നു. ഉള്ളിൽ വല്ലാതെ ഒന്നും കാണാനില്ല. ചെറിയൊരു സ്പേസ്, ഒരു പ്രാർത്ഥന ഏരിയയും പിന്നെ അതുപോലെ ചെറിയൊരു ചെറിയൊരു വഴി പോലെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ളത്. കയറിയ ഭാഗം കൂടുതൽ ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ വേറൊരു വഴി, നല്ല ചൂടായിരുന്നു. അവർ ചെരുപ്പ് അലൗഡ് ചെയ്യില്ല. ഒരു സ്ഥലത്ത് ചെരുപ്പ് വെച്ചിട്ട് പിന്നെ വേണം ഇറങ്ങാൻ. പക്ഷേ അപ്പോഴത്തേക്ക് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും കാലൊക്കെ നല്ല ചൂടാവുമായിരുന്നു. നല്ല ചൂടാണ്. അപ്പോൾ സൂവിലേക്ക് പോകുമ്പോഴായാലും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബാഗ് ഉണ്ടായിരുന്നു, കങ്കാറു ബാഗ് ഉണ്ടായിരുന്നു കയ്യിൽ. പക്ഷേ അതിൽ കുട്ടിക്ക് ചൂട് പറ്റാത്ത കാരണം കൈ തന്നെ എടുത്താണ് നടന്നത്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ട്രോളറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോയിട്ട് വരാം. ഇല്ലെങ്കിൽ കുറച്ച് ടഫാണ്. ഒരുപാട് ഏരിയ കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ടഫായിരുന്നു പോയി വരും. പിന്നെ ഉച്ച നേരം ആയതുകൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മതിയെന്നായി ഞാൻ നടന്നപ്പോൾ. പക്ഷേ വൈകുന്നേരം റൂം പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് സമാധാനമായി. ഇപ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഫുഡ് വാങ്ങി റൂമിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. ചർച്ചിൻ്റെ ഉള്ളിലെ കുറച്ച് ഫോട്ടോസാണ്, അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ പുറത്തിറങ്ങി കുട്ടികളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. പിന്നെ ഞങ്ങൾ മൈസൂർ പാലസിലേക്ക് ഉച്ചയ്ക്ക് ശേഷം പോയി. അവിടുത്തെ ഒരു ഫോട്ടോസ് പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഞായറാഴ്ച 6 to 7 വരെ മാത്രമാണ് ഇപ്പോൾ ലൈറ്റ്സ് ഓൺ ആക്കുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് ആദ്യമായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കിയത് അവിടുത്തെ മൈസൂരിലെ രാജാവിന് വേണ്ടിയിട്ട് അവിടുത്തെ ഷെഫ് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ തനിമ നിലനിർത്തിക്കൊണ്ടിരുന്നൊരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ പോയിട്ട് കുറച്ച് മൈസൂർ പാക്ക് വാങ്ങി. 2 ടൈപ്പ് വാങ്ങിയുള്ളൂ, ഒരുപാടൊന്നും വാങ്ങിയില്ല. കുറേ സ്വീറ്റ്സ് ഉണ്ട് അവിടെ, പല ടൈപ്പ് 20 വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അത് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയും അതുപോലെ മ്യൂസിയം പോലെ അങ്ങനെ വാട്ടർ ജയിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുള്ളൊരു ഏരിയ ഉണ്ട്. ഒരു 5 ഏക്കർ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത്രയും സ്ഥലത്ത് ഇത് ചുറ്റി കിടക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഗൈഡുകൾ വന്നു, 400-500 ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ അവസാനം ഒരാൾ വന്നിട്ട് 300 രൂപയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കാനേക്കാളും അവിടെ ഉള്ളവർക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കുമല്ലോ എന്നിട്ട് ഞങ്ങൾ അവരെ വിളിച്ചെടുത്ത് ആദ്യം ഞങ്ങൾ വാട്ടർ ജയിലിലേക്കാണ് പോയത്. ഈ ഹോൾ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ജയിലിലേക്ക് വെള്ളം നിറയ്ക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തൊരു കിടങ്ങാണുള്ളത്. അവിടെ വേസ്റ്റ് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കും. ഇതുപോലെ കുട്ടി നിൽക്കുന്നത് പോലെ കൈ അവർ കെട്ടി നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവരുടെ തലയ്ക്ക് മീതെ ആ വേസ്റ്റ് വെള്ളം നിർത്തി അവരെ കൊന്നതിന് ശേഷം, അതായത് അവർ മരിച്ചതിന് ശേഷം പിന്നെ പുറത്തേക്ക് തള്ളാൻ ചെയ്യണം. ഇത് അവിടെ നിന്ന് വീണൊരു പീരങ്കിയാണ്. പിന്നെ ഈ ഹോള് കാണുന്നത് വെച്ചാൽ ഈ വെള്ളം, അതായത് ഇവർ മരിച്ചതിന് ശേഷം ഈ വെള്ളം തിരിച്ച് കിടങ്ങിലേക്ക് തന്നെ വിടുന്നതാണ്. അപ്പോൾ ഈ ഡെഡ് ബോഡിയും അതിൻ്റെ കൂടെ പോകും. അതിൽ കുറേ മുതലുകളുണ്ട്, അവർ തിന്നും. അതൊക്കെയാണ് അവർ പറഞ്ഞത്, ആ ഗൈഡ് പറഞ്ഞെന്ന അറിവുകളാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇത് അവരുടെ മെയിൻ എൻട്രി ആയിരുന്നു ഇവിടെ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ അടച്ചതാണ്. ഈ ഭാഗത്ത് കൂടെയാണ് അവർ കൊണ്ടുവരുന്നതൊക്കെ. ഇതാണ് ആ ഏരിയ മുഴുവനായിട്ട്. ഇതിൻ്റെയും അതിൻ്റെ അപ്പുറം കാവേരി റിവറാണുള്ളത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കിടങ്ങാണുള്ളത്. അതിലാണ് മുതലുകൾ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ഇറങ്ങിയതിന് ശേഷം കുതിരനെ കണ്ടപ്പോൾ കുട്ടികളെ കയറ്റാമെന്ന് കരുതിയിട്ട് 3 ആളെയും കൂടി കയറ്റി. അയാൾ 200 രൂപ പെർ പേഴ്സൺ 100 റുപ്പീസാണ്. പക്ഷേ 3 ആളെയും കൂടി 200 രൂപയ്ക്ക് കൊണ്ടുപോയിട്ട് വന്നു. കുട്ടികൾ കുറച്ചൊന്ന് പേടിച്ചു ആദ്യം. പിന്നെ അവരങ്ങനെ ഓക്കെ ആയി. അപ്പോൾ ഞാൻ പിന്നെ അവർ കൂടെ പോകാൻ നിന്നില്ല. ഒക്കെ കുറച്ച് ദൂരമൊക്കെ അവരുടെ കൂടെ പോയി. പിന്നെ അതിങ്ങനെ ചെറിയ മോൻ നന്നായിട്ട് ഇങ്ങനെ തൊള്ളിടുന്ന കാരണം നല്ല സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ കുതിര ഒന്ന് ചെറുതായിട്ട് ഓടിയെന്ന് പറഞ്ഞു. പിന്നെ ഒക്കെ അവരെ വെയിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങളപ്പോൾ കർബ്യൂസിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് അവരെ വെയിറ്റ് ചെയ്തു. പിന്നെ വന്ന് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പ്ലേസിലേക്കാണ് ഞങ്ങൾ പോയത്. പോണ വഴിക്കുള്ളതൊക്കെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് കാണുകയേ ചെയ്തുള്ളൂ. വാട്ടർ ഗേറ്റ്, അതുപോലെ ആയുധപുര, പിന്നെ അതുപോലെ ടിപ്പു സുൽത്താൻ്റെയും അതുപോലെ ഹോഴ്സിൻ്റെയും ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം, അതൊക്കെ നമ്മൾ ഇറങ്ങി കണ്ടൊന്നുമില്ല, അങ്ങനെ ജസ്റ്റ് കണ്ടു. ഇതാണ് ആയുധപുര. ഇപ്പോൾ ഇതിൽ ആയുധങ്ങളൊന്നുമില്ല, ഇതിലിപ്പോൾ പാമ്പുകളാണ്. പിന്നെ അതുപോലത്തെയൊക്കെ മ്യൂസിയത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ ഇത് പണ്ടൊരു അമ്പലമായിരുന്നു, ഇപ്പോൾ ഇത് പള്ളിയാണ്. അതുകൊണ്ടാണ് ഇതിൽ മറ്റേ സ്റ്റാറും ചന്ദ്രക്കലയൊന്നും ഇല്ലാത്തത്. പിന്നെ അതുപോലെ 3 കുബ്ബയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ട് സിമെൻ്റൊന്നും ഇല്ലാത്ത കാരണം മുട്ടയും ചുണ്ണാമ്പൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇത് ടിപ്പു സുൽത്താൻ്റെയും ഹോഴ്സിൻ്റെയും ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം, അതങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ബോഡി കിട്ടിയ സ്ഥലം എന്നാണ്, അതാണ് പറഞ്ഞു തന്നതും. നേരത്തെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ച ആ സ്ഥലത്ത് നിന്നായിരുന്നു വെടി കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് മരിച്ചത്. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇവരുടെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇതിൽ തൊടാനും ഇരിക്കാനൊന്നും പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു രാജകീയ സാധനങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. നല്ല പണികളാണ്, കൈപ്പണികൾ ഒരുപാടുണ്ട്. മരത്തിൽ ക്രേവ് ചെയ്തെടുത്തിട്ടുള്ള ഫ്രെയിംസ്, അത് അടിപൊളിയായിരുന്നു. നമ്മൾ കറക്റ്റ് വരയ്ക്കുന്നത് പോലെ അത് ക്രേവ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതൊക്കെ അങ്ങനത്തെ പെയിൻറ്റിങ്സാണ്. അതായിരുന്നു അവിടെ ഒരുപാട് ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഈ ഷോ പീസുകളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം റേറ്റ് വരെയായിരിക്കും. നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെ റേറ്റും ഞങ്ങൾ റേറ്റൊന്നും ചോദിച്ചില്ല. പിന്നെ അവിടെ പോയി റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിന് റേറ്റൊന്നും എവിടെയും പോയി ചോദിക്കാൻ നിന്നില്ല.
പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ അയാൾ പിന്നെ ഗൈഡ് പിന്നെ പറഞ്ഞു ഇവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ ഖബർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇറങ്ങി. പക്ഷേ ഇത് ഖബറല്ല, ഇവിടെ ഒരു മ്യൂസിയം പോലെ, അതായത് അവിടുത്തെ ആയുധങ്ങൾ, ടിപ്പു സുൽത്താൻ്റെ ഡ്രസ്സ്, അതുപോലെ കുറേ പെയിൻറ്റിങ്സ് മക്കളെ എടുത്തത്, പിന്നെ അതുപോലെ അവസാനത്തെ യുദ്ധം നടത്തിയത്, അതിൻ്റെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മ്യൂസിയം പോലെ ഒരു സ്ഥലമാണ്. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് അതൊക്കെ കണ്ടു. ഇതാണ് ഞങ്ങളിപ്പോൾ മൊത്തത്തിൽ കണ്ട ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സംഭവമാണിത്. ഇതൊക്കെ ആയുധങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കണ്ടു. കാണാൻ പറ്റിയതൊരു തന്നെയാണ്, കാരണം ഇത്രയും പഴക്കമുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുക, അതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊക്കെ ഉള്ളത് നല്ല കാര്യത്തിൽ. ടിപ്പു സുൽത്താൻ്റെ ഡ്രസ്സാണ്, പിന്നെ അത് ടിപ്പു സുൽത്താൻ്റെ തലപ്പാവും, അതുപോലെ പിന്നെ മെഡലുകൾ, അതുപോലെ കോയിൻസ്, അതുപോലെ കേനിയന് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത് ലാസ്റ്റ് പിന്നെ ഞങ്ങൾ പോയത് ഖബർ കാണാനായിരുന്നു. ഇതാണ് ഖബർ, തലപ്പാവൊക്കെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. കൂടെ ഫാദർ ഇൻ ലോ ആണെന്ന് തോന്നുന്നു അവരും, പിന്നൊരു സ്ത്രീയുടെയാണ്, അതാരാന്ന് അറിയില്ല, മകളാണെന്നാണോ, മകളുടെ പുറത്ത് കാണുന്നുണ്ട് ഒരു ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഭാര്യയാണോ എന്ന് അറിയില്ല, എഴുതിയിട്ടില്ല. ഭാര്യയുടെ ഞങ്ങൾ വൈഫെന്ന് കുറേ തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. പിന്നെ അതൊന്ന് ഇറങ്ങി പറഞ്ഞാൽ പിന്നെ അവരുടെ മക്കൾ, മരുമക്കൾ, ആൻറ്റിമാർ അങ്ങനെയുള്ളവരൊക്കെ തൊട്ടടുത്തുണ്ട്. അതൊക്കെ ഞങ്ങൾ നടന്ന് കണ്ടു. പേരും പിന്നെ അതിൻ്റെ റിലേഷനും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വൈഫ് എന്നുള്ള റിലേഷൻ ഞങ്ങളവിടെ കണ്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഭാര്യ എന്തോ ഇതുപോലെ പ്രസവത്തോടു കൂടി മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ കാണാത്തതെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഇതിൻ്റെ കഴിഞ്ഞ് ഇതിൻ്റെ പുറം ഭാഗത്തും കുറേ ഉണ്ട്, പക്ഷെ നല്ല ചൂടായത് കാരണം ഇവിടെ ഒന്നും ചെരുപ്പ് അലൗഡ് അല്ല. അപ്പോൾ ചെരുപ്പ് ഊരിട്ട് ഞങ്ങൾ ഓടി കയറുകയാണ് ചെയ്തത്, ചൂടുള്ള കാരണം. അപ്പോൾ ഇറങ്ങിപ്പോയിട്ട് ആ ഭാഗത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ദൂരത്ത് നിന്ന് നോക്കാനേ, ഇവിടെ നിന്നിട്ട് നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു. പിന്നെ കാട്ടിലൂടെ ആയിരുന്നു പാദയാത്ര. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ കാട്ടാനയൊന്നും കണ്ടില്ല. പോണ സമയത്ത് കാട്ടാനയും അതുപോലെ കാട്ടുപോത്ത്, മാനുകളൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ നിറയെ ഉണ്ട് കാണാൻ. അവരുടെ കൊമ്പുകൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ വളമുക്കർ കറക്റ്റ് വേരുകളൊക്കെ മരക്കൊമ്പുകളൊക്കെ പോണ പോലെയുള്ള കൊമ്പുകളാണ്. പിന്നെ ഒരു കൂട്ടാനകളെ കണ്ടത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ്. ഞങ്ങൾ വയനാട് വഴി അങ്ങനെ വരാമെന്ന് കരുതിയിട്ട്, വേറെ പോയ വഴിയല്ല വന്നത്, വേറെ വയനാട് വഴിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടെ എത്തി, വയനാട് എത്തി. ഞങ്ങൾ താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ ഇറങ്ങി താഴത്തേക്ക് നോക്കി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മുകളിൽ നിന്നുള്ള അടിപൊളിയായിരുന്നു. രാവിലെ ആണെങ്കിൽ ഒന്നും കൂടി നന്നാവും തോന്നുന്നു. എനിക്കറിയില്ല രാത്രിയാണോ ഒരു പകലാണോ ഭംഗി എന്നുള്ളത്. ഞങ്ങളിത് എന്തായാലും രാത്രിയാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോയ ഈ ചെറിയ ടൂറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.